നമസ്കാരം. പൊതുജനം കഴുതയല്ല എന്ന് അധികാരികളെ ഓർമ്മിപ്പിക്കാനും ജനങ്ങൾക്ക് ഓർക്കാനുമുള്ള ജനകീയ വാർത്താ ബുള്ളറ്റിനിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. സാമാന്യം നല്ല തുക ടിക്കറ്റിനായി നൽകിയാണ് നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കുകളിൽ കയറുന്നത്. അങ്ങനെ കയറുന്ന നമുക്ക് എത്രത്തോളം സുരക്ഷയാണ് അവർ ഉറപ്പാക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക്. ഇന്ന് അപകടം നടന്ന ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിച്ചില്ല എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഒരു അപകടമുണ്ടായാൽ മാത്രമാണോ സുരക്ഷാ പരിശോധനകൾ നടത്തേണ്ടത്? തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി തയ്യാറാക്കിയ വാർത്ത. ചോദ്യചിഹ്നമായി സുരക്ഷ. അവധിക്കാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ന് തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ ഉണ്ടായ ഈ അപകടം നമ്മെ പലതും ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മുടെ അവധി ദിവസങ്ങൾ ആനന്ദകരമാക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ്? തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്കുകളിലൊന്നാണ് വെമ്പായം ഹാപ്പി ലാൻഡ്. മുൻപും പലതവണ ഇതേ സ്ഥാപനത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇന്നുച്ചയ്ക്ക് 1:30 പാർക്കിലെ റൈഡ് പൊട്ടി താഴേക്ക് പതിക്കുകയായിരുന്നു. അപകടമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ അപകടമുണ്ടായി ആ അടുത്ത സമയത്ത് തന്നെ ആശുപത്രിയിലെത്തിക്കാനുള്ള യാതൊരുവിധ പ്രവർത്തനവും ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ അവസാനം കൊണ്ടുപോയതിൽ വേസ്റ്റ് കയറ്റാൻ വരുന്ന വണ്ടിയിൽ കാലുപൊട്ടലും തലപൊട്ടലും അടക്കം ഉണ്ടായ ആളുകളെ ചാള അടുക്കുന്ന പോലെ അടുക്കിയിട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഇതിൻ്റെ മാനേജ്മെൻറ്റ് തയ്യാറായത്. ഈ റൈഡ് കറങ്ങി തുടങ്ങിയതാണ്. ആ ടൈമിൽ ഇത് താഴോട്ട് വീഴുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിലവിളി കേട്ട് നമ്മൾ ഓടി വരുമ്പോൾ ഒരു ലേഡി ഇതിൻ്റെ അടിയിൽ പെട്ട് കിടക്കുക. അവരെ കാല് അതിൻ്റെ അടിയിൽ പെട്ട് കിടക്കുക. ഈ പെട്ട് കിടന്ന് പിന്നെ ഇവിടെ ഉള്ള ആളുകൾ കൂട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇത് ലിഫ്റ്റ് ചെയ്ത് അവരെ എടുത്ത് കൊണ്ടുപോകുന്നത്. അപകടത്തിന് പിന്നാലെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ച് വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ഇവിടെ വന്ന ആൾക്കാർ സംഭവം തെറ്റ് തന്നെയാണ്, അപകടം തന്നെയാണ്, സുരക്ഷാ പ്രശ്നം തന്നെയാണ്. അത് പരിശോധിക്കേണ്ട അതോറിറ്റികൾ കൃത്യമായിട്ട് പരിശോധിക്കാത്തതിൽ വന്ന പിഴവാണ്. സുരക്ഷാ സംവിധാനങ്ങൾ പാർക്കിലില്ലായിരുന്നു. ആംബുലൻസ് എത്താൻ വൈകിയെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഹാപ്പി ലാൻഡിൽ മുൻപും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവിടെ ഈ സ്ഥാപനത്തിൽ ഒരു ആംബുലൻസ് ഇല്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. അത് ഒരു തെറ്റ് തന്നെയാണ്. അത് അധികാരികൾ നേരത്തെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ സേഫ്റ്റി പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരെ തെറ്റാണിത്. ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഒരു സുരക്ഷാ പരിശോധന നടത്താൻ ആവശ്യമായ സ്വകാര്യ സംരംഭങ്ങളാകാം, പക്ഷേ നമ്മുടെ മനുഷ്യരാണല്ലോ, നമ്മുടെ ജനങ്ങളാണല്ലോ അവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സുരക്ഷാ പരിശോധന നടത്താനുള്ള നിർദ്ദേശം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എല്ലായിടത്തും നടത്താനുള്ള നിർദ്ദേശം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നൽകിയിട്ടുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സുരക്ഷാ പരിശോധനകൾ നടത്തുന്നത്. ഈ പരിശോധനകൾ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഈ അപകടവും ഒഴിവാക്കാമായിരുന്നു. അപകടങ്ങൾ പലതരത്തിലുണ്ടാകാം. പക്ഷേ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പ്രാഥമികമായി രക്ഷാപ്രവർത്തനം നടത്താനും അവർക്ക് പ്രാഥമിക വൈദ്യസഹായം ഉറപ്പുവരുത്താനുമുള്ള കടമ അത് ഇത്തരം സ്ഥാപനങ്ങൾക്കാണ്. ആ കടമയും ഉത്തരവാദിത്വമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. സജീവനൊപ്പം ജിബിൻ ജെബി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കാശണ്ടി വാങ്ങുമ്പോൾ മാത്രമല്ല, ടിക്കറ്റ് എടുത്ത് മടങ്ങുന്നവർ ഹാപ്പിയായാണ് മടങ്ങുന്നതെന്ന് ഉറപ്പാക്കണം. അതിനുള്ള പരിശോധനകൾ ഇനിയെങ്കിലും ഉണ്ടാവട്ടെ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പലതവണ മാധ്യമങ്ങൾ VD സതീശനോട് പ്രതികരണം തേടിയെങ്കിലും മിണ്ടിയില്ല. ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് ഇതര പാർട്ടി നേതാക്കളെല്ലാം റെയ്ഡിനെതിരെ പ്രതികരിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാനൊന്നുമില്ലേ? കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മൗനം വെടിയുമോ മുഖ്യൻ? പ്രതിപക്ഷത്തിരുന്നപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മൗനവും മാധ്യമങ്ങളോടുള്ള സമീപനവും മര്യാദയും നിയമസഭയിലും പൊതുസഭകളിലും ചർച്ചയാക്കിയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മൗനിയാണ്. തലസ്ഥാനത്തെ തെരുവ് യുദ്ധവും
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണവും രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന ചർച്ചകൾക്ക് തുടക്കം മുതൽ മുഖ്യമന്ത്രിയോട് ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഉത്തരം ചിരിയൻ, അല്ലെങ്കിൽ അവഗണനയിൽ നിറഞ്ഞൊരു ചിരി. വിമർശകർ ഉന്നയിക്കുന്നത് പോലെ ചിരിക്കുന്ന ഒരു മന്ത്രിയെ കിട്ടിയല്ലോ. ബുധനാഴ്ച വീണ ടിയുടെ വീട്ടിലാണ് പരിശോധന നടന്നതെന്നും വീണ താമസിക്കുന്ന മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ഒപ്പമാണെന്നും ഇ.ഡി. കുറിപ്പിറക്കിയെങ്കിലും CPIM അത് പിണറായി വിജയന്റെ വീട്ടിലെ പരിശോധനയും കേന്ദ്ര ഏജൻസിയുടെ വേട്ടയാടലുമാക്കി. നഗരഗ്രാമങ്ങളിൽ പ്രതിഷേധവും പ്രകടനവും അലയടിച്ചു. മാധ്യമങ്ങൾക്ക് അകലമിട്ടിരുന്ന പിണറായി പ്രതികരിച്ചു. ഇത്രയും മണിക്കൂറുകൾ അവർ ഈ വീട്ടിനകത്തുണ്ടായി, അതിലെന്താണ് അവർക്ക് കിട്ടിയതില്ല എന്നൊക്കെ അവരാണ് വ്യക്തമാക്കേണ്ടത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. 2024 മുതലുള്ള കേസും കോടതി നടപടികൾക്കും ഒടുവിൽ ചൊവ്വാഴ്ച എക്സാലോജിക് CMRL പണമിടപാടിൽ അന്വേഷണമാകാമെന്ന ഉത്തരവിന്റെ പിറ്റേന്നാണ് പരിശോധന നടന്നത്. അതേ ദിനം തന്നെ VD സതീശൻ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടന്നു എന്ന യാദൃശ്ചികതയെ വടിയാക്കി തല്ലാനും CPIM-നായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിയെ കണ്ടു. കണ്ടിട്ടിപ്പോ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞാനിപ്പോ പറയുന്നില്ല. കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ED പുറപ്പെട്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രി അധികാരമേറ്റതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് കേരളത്തിലെത്തിയതിനു ശേഷം പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നു. എത്ര കാലമായി പിണറായി വിജയനെ വേട്ടയാടുന്നു. എന്നാൽ അപ്രതീക്ഷിത മൗനമാണ് ഡൽഹിയിലും കൊച്ചിയിലും മലപ്പുറത്തും മുഖ്യമന്ത്രിക്കുണ്ടായത്. ഒന്നും രണ്ടുമല്ല, 8 തവണ ചോദ്യങ്ങളെ അവഗണിക്കാനാണ് VD സതീശൻ ശ്രമിച്ചത്. രാഷ്ട്രീയ പ്രതിരോധത്തിന് അവസരമുണ്ടായിട്ടും അത് ഉപയോഗിക്കാത്ത മൗനം. നാളെ മലപ്പുറത്തും മന്ത്രിമന്ദിരങ്ങളിലും ഇതേ ED എത്താനുള്ള സാധ്യത കുറവല്ലെന്ന് വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശന് നന്നായി അറിയാം. RC-യും OC-യും മാത്രമല്ല, മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള യാത്രയ്ക്ക് സതീശന് ഏണി നൽകി എളുപ്പമാക്കിയ ലീഗും ചോദ്യമുനയിലും പ്രതിഷേധ നിരയിലും വരും. ഇന്ന് പറയുന്നതെല്ലാം അന്ന് വെല്ലുവിളിയുമാകാം. ഇന്നത്തെ വാക്കുകൾ അന്നത്തെ ട്രോളുകളുമാകാം. ഒരു മുഴം മുന്നേ മൗനമെറിഞ്ഞാലും അടുത്ത ദിവസം ചേരുന്ന നിയമസഭയിൽ മറുപടി പറയാതെ മുഖ്യനെ ഇരിക്കാൻ അനുവദിക്കില്ല. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നാളെയെങ്കിലും മുഖ്യമന്ത്രിയുടെ മറുപടിയോ അല്ലെങ്കിൽ പ്രതികരണമോ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന് അറിയാൻ കഴിയില്ല. കാത്തിരിക്കാം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് പിന്നാലെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലർ IP ബിനു കീഴടങ്ങിയിരിക്കുന്നു. മേഘ്ന മുരളിയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡിന് ശേഷം ED ഉദ്യോഗസ്ഥർ പുറത്തു വന്നപ്പോൾ 3 വാഹനങ്ങളാണ് CPIM പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് തല്ലി തകർക്കപ്പെട്ടത്. ആ കേസിലാണ് ഇപ്പോൾ മുൻ നഗരസഭാ കൗൺസിലർ കൂടിയായ IP ബിനു കീഴടങ്ങിയിരിക്കുന്നത്. മേഘ്ന മുരളിയുടെ. മേഘ്ന, ഇപ്പോൾ 8 മിനിറ്റ് മുമ്പ് IP ബിനുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത് എന്താ പറയുന്നത്, ഈ പിടിച്ചതല്ല പിടികൊടുക്കുന്നതാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നതാണ് എൻ്റെ നിലപാടും ശരിയുമെന്നാണ്. അപ്പോൾ IP ബിനു അങ്ങോട്ട് ചെന്ന് കീഴടങ്ങി, അല്ലാതെ പിടികൊടുത്തതല്ല. ഇനിയും വേണമെങ്കിൽ ഒളിവിൽ തുടരാമായിരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഈ കീഴടങ്ങലിന് മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഔദ്യോഗികമായിട്ടൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ കീഴടങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇന്നലെ ഈ ED ഉദ്യോഗസ്ഥരുടെ കാർ അടക്കം ആക്രമിച്ച കേസിൽ ഈ ചീമുട്ട എറിഞ്ഞു എന്നുള്ളതാണ് മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള മുൻ CPM കൗൺസിലർ കൂടിയായിട്ടുള്ള IP ബിനുവിനെതിരായ കേസ്. അതിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, അത് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുക്കുകയും ചെയ്തത്. ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 10 പേരിൽ ഒരാൾ കൂടിയാണ് IP ബിനു. അതുകൊണ്ട് തന്നെ ഒളിവിലായിരുന്നു, പിന്നീട് വന്ന് കീഴടങ്ങിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനി അത് കീഴടങ്ങിയതാണോ, ഇനി ഏതെങ്കിലും തരത്തിൽ പിടികൂടിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനുണ്ട്. ഏതായാലും ഇപ്പോൾ IP ബിനു ഉള്ളത് ഈ AR ക്യാമ്പിലാണ്. AR ക്യാമ്പിൽ നിന്ന് ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള IP ബിനു ഈ ED ഉദ്യോഗസ്ഥർ ഈ അന്വേഷണത്തിനായി അല്ലെങ്കിൽ ഒരു പരിശോധനയ്ക്കായി വഴുതക്കാട്ടെ പിണറായി വിജയന്റെ വീട്ടിൽ വന്നത് മുതൽ മുന്നിൽ പ്രതിഷേധ നിരയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ED ഉദ്യോഗസ്ഥർ കാറിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ അക്രമം
ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയും അതുപോലെ തന്നെ ചീമുട്ടി എറിയുക അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒളിവിൽ പോയ IP ബിനുവിനെ അല്പസമയം മുന്നേ പോലീസ് അന്വേഷണം തുടരുകയായിരുന്നു. ഇതുവരെ 16 പേരെയാണ് ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പിന്നാലെ ഈ വന്ന് കീഴടങ്ങി എന്നുള്ള കാര്യം കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പാർട്ടിക്ക് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തി എന്നുള്ളതാണ് IP ബിനു ഇപ്പോഴും പറയുകയും ചെയ്യുന്നത്. എന്തായാലും അതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എയർ ക്യാമ്പാണ്. അവിടെയാണ് ഇപ്പോൾ IP ബിനു ഉള്ളത്. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് അടക്കം കൊണ്ടുപോകുമെന്നുള്ള വിവരങ്ങൾ കൂടി അറിയുന്നു. ഇപ്പോൾ 16 പേരെ, നേരത്തെ കരകുളം സ്വദേശിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകൻ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് IP ബിനു കൂടി ഇപ്പോൾ പിടിയിലാവുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. കണ്ടലറിയുന്ന 300 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേരിട്ട് പങ്കെടുത്ത 10 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ദൃശ്യങ്ങളടക്കം പരിശോധിച്ച, ഈ മാധ്യമങ്ങളുടെ കയ്യിലുള്ള ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം തുടരുകയും ചെയ്യുന്നത്. ശരി, IP ബിനു ഏറെ പരിചിതമായ മുഖമാണ്. പക്ഷേ ഇന്നലെ മുതൽ ഈ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് ആദ്യം മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുകയും പിന്നീട് ED സംഘത്തിന്റെ വാഹനത്തിന് നേരെ ചീമുട്ടെറിയുകയും ചെയ്ത ആളാണ്. ഇപ്പോൾ ഒടുവിൽ പിടികൊടുത്തിരിക്കുന്നു എന്നാണ് IP ബിനു തന്നെ പറയുന്നത്. അല്ലാതെ പിടികൂടിയതല്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഏതായാലും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 16 CPM പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നു, പിടിയിലായിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ദേശീയപാതകളിൽ ടോൾ പിരിവ് സാധാരണമാണ്. എന്നാൽ പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കും മുമ്പേ ടോൾ ഗേറ്റ് തയ്യാറാക്കി ചുങ്കപ്പിരിവ് തുടങ്ങുമോ എന്ന ആശങ്ക കാസർഗോഡ് ജില്ലയിൽ വീണ്ടും ഉടലെടുക്കുകയാണ്. ആരിക്കാടിയിൽ ദൂരപരിധി പാലിക്കാതെയാണ് ടോൾ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചതും പിന്നീട് പൂട്ടേണ്ടി വന്നതും. ഇപ്പോൾ ദേശീയപാത 66 ചെങ്കള നീലേശ്വരം 2ാം റീച്ചിലെ ചാലിങ്കാലിൽ ടോൾ പിരിവിനായുള്ള ഒരുക്കങ്ങളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ്. സർവീസ് റോഡ് ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയാകും മുമ്പെയാണ് ടോൾ ഗേറ്റ് പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നത്. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദേശീയപാത 66 ചെങ്കള നീലേശ്വരം 2ാം റീച്ചിലാണ് കാസർഗോഡ് ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത്. ചാലിങ്കാൽ മുട്ടയിൽ ടോൾ പ്ലാസയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. സർവീസ് റോഡ് പോലുമില്ലാതെ എങ്ങനെയാണ് ടോൾ പിരിവ് എന്നത് സംബന്ധിച്ച് നാട്ടുകാരിലും ആശങ്കയുണ്ട്. ദേശീയപാതയിലെ ടോൾ ഗേറ്റുകൾ പലപ്പോഴും ജനകീയ പ്രതിഷേധങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. കാസർഗോഡ് കുമ്പള ആരിക്കാടിയിൽ ദൂരപരിധി പാലിക്കാതെയുള്ള ടോൾ ഗേറ്റ് പ്രവർത്തനം സമരവേലിയേറ്റങ്ങൾക്കൊടുവിലാണ് അവസാനിപ്പിച്ചത്. ഒരു ടോളിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരപരിധിയൊക്കെ കൃത്യമാണെങ്കിലും ആ ടോൾ ഗേറ്റ് പ്രവർത്തനം തുടങ്ങുന്നത് ദേശീയപാതയുടെ പണി മുഴുവനായും തീർത്തിട്ടായിരിക്കണമെന്നാണ്. എന്നാൽ കാസർഗോഡ് ചാലുംകാലിൽ ദേശീയപാത 66 ത്വരിതഗതിയിൽ പുരോഗമിക്കുന്ന ടോൾ ഗേറ്റ് ചില ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ദേശീയപാതയിൽ മികച്ച യാത്രാ സൗകര്യമാണ് ഉണ്ടാകേണ്ടതെന്നിരിക്കെ സർവീസ് റോഡ് പോലും മുഴുവനായും പൂർത്തീകരിക്കാതെയാണ് ടോൾ പിരിവ് ഉടൻ എന്ന സൂചനകൾ വരുന്നത്. സർവീസ് റോഡ്, മഴവെള്ളം കൃത്യമായി ഒഴുകിപ്പോകാനുള്ള ഓവുചാൽ എന്നിങ്ങനെ അനുബന്ധ സൗകര്യങ്ങളൊന്നും ചാലിങ്കാലിൽ പണിതീർത്തിട്ടുള്ള ടോളിന് സമീപത്ത് പോലുമായിട്ടില്ല. പെട്ടെന്നാണ് ഇവർ ഈ ടോൾ പ്ലാസ തുറക്കുന്നു പറഞ്ഞിട്ട് സർവീസ് റോഡില്ല, നടന്നു പോകേണ്ട വഴിയില്ല. ഈ ഓവുചാലിൻ്റെ തന്നെ സ്ലേവ് ഇവർ നേരെ നോക്കുന്നില്ല. നടന്നു പോകുന്ന വഹിക്കുന്നതിനേക്കും പെട്ടെന്ന് ഒരു സ്ലേവ് കട്ടാക്കിയിട്ടില്ലത്. 1 കിലോമീറ്റർ ദൂരം പരിധിയുള്ളവർക്കെല്ലാം ഇവിടെ പാസ് കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനെപ്പറ്റി യാതൊരു ധാരണയോ കാര്യങ്ങളോ ഇതുവരെ ഇവരുണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ദേശീയപാത 2ാം റീച്ചിലാണ് പലയിടത്തും റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത്. പ്രധാന പാത പോയിട്ട് സർവീസ് റോഡ് പോലും മിക്കയിടങ്ങളിലും ആയിട്ടില്ല. അങ്ങനെയൊരു ഘട്ടത്തിലാണ് ടോൾ ഗേറ്റ് നിർമ്മാണത്തിന് വേഗം കൈവന്നിട്ടുള്ളത്. ടോളിന് മീറ്ററുകൾക്കപ്പുറം എത്തുമ്പോൾ തന്നെ സർവീസ് റോഡുകൾ അവസാനിക്കും വിധമാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അങ്ങനെ വന്നാൽ കുമ്പള ആരിക്കാടിലെ സമാനമായി ഇവിടെയും സമീപ പ്രദേശങ്ങളിലേക്ക് പോകാൻ പോലും ടോൾ കടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദേശീയപാതയ്ക്ക് ഇരുവശവുമായി 200-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരുടെ വീടുകളിലേക്കുള്ള വഴി പോലും കെട്ടിയടക്കപ്പെടുന്ന സ്ഥിതിയാണ് നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെന്നും കരാർ കമ്പനി പ്രതിനിധികളോട് സംസാരിച്ചാൽ അവർക്ക് വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ടോൾ പ്ലാസ പിരിക്കുന്നതിന് മുമ്പ് നാട്ടുകാരുടെ ആശങ്ക ഇല്ലാതാക്കണം. നാട്ടുകാർ ഇതുവരെ അവർ വിശ്വാസത്തിലെടുത്തില്ല. എന്ത് പ്രവൃത്തിയാണ് ഈ ചാലിങ്കാലിൽ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചാൽ അവന് മറുപടിയില്ല. ഇറങ്ങിയാൽ പോലും ഇങ്ങോട്ട് പോകാൻ വഴിയില്ല. വഴി കംപ്ലീറ്റ് ആയിട്ട് അടച്ചിരിക്കുകയാണ്. ഇപ്പം ഈ അവസ്ഥയിൽ ഇവരിപ്പോൾ ആകെ കാണിക്കുന്ന ധൃതി ഈ ടോൾ പിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ്. ക്യാമറയും സ്കാനറും ഉൾപ്പെടെ ടോൾ പ്ലാസയുടെ അനുബന്ധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു.
6 വരിയിൽ ട്രാക്കുകളും തയ്യാറായി. ജൂൺ മാസത്തിൽ തന്നെ ടോൾ പിരിവ് ആരംഭിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കും മുൻപേ തിടുക്കപ്പെട്ടുള്ള ടോൾ പ്ലാസയുടെ പ്രവൃത്തി നടക്കുന്നതെന്നും നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കാതെയുള്ള ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. മതിയായ മുന്നൊരുക്കങ്ങളില്ലാതെ കുമ്പള ആരിക്കാടിയിൽ ടോൾ പ്ലാസ ആരംഭിച്ചതിൻ്റെ ദുരിതവും പ്രയാസങ്ങളും നാം കണ്ടതാണ്. ദൂരപരിധി പാലിച്ചിട്ടാണെങ്കിൽ കൂടിയും ചാലിങ്കാൽ മൊട്ടയിൽ ടോൾ പ്ലാസ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ അതിൻ്റെ ഇരുവശങ്ങളുമായി താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ ആശങ്കയിലായിട്ടുള്ളത്. അവർക്ക് മതിയായ യാത്രാ സൗകര്യം പോലും ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. ഇതിനാണ് അധികൃതർ പരിഹാരം കാണേണ്ടത്. ചാലിങ്കാൽ മൊട്ടയിൽ നിന്നും ക്യാമറമാൻ വിജേഷിനൊപ്പം പ്രദീപ് നാരായണൻ, 24. പൊതുജനം കഴുതയല്ല സാർ. പഴുത് തീരും മുമ്പേ പിരിക്കാനുള്ള തിടുക്കമാണ്. മലപ്പുറത്ത് കൂരിയാട് തകർന്ന് പൊളിഞ്ഞു വീണ പാതയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇപ്പോഴും ടോൾ പിരിവ് നടക്കുന്നുണ്ട്. അപ്പുറത്തെ ഈ കാസർഗോഡേക്ക് വന്നാൽ വീരമലക്കുന്ന് അടുത്ത മഴയ്ക്ക് നിലം പതിക്കുമോ, മണ്ണിടിഞ്ഞു വരുമോ എന്ന ആശങ്ക അവിടെ ബാക്കി നിൽക്കുകയാണ്. അവിടുത്തെ മണ്ണെടുത്ത് സുരക്ഷിതമാക്കാൻ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ പിരിക്കാനുള്ള ടോൾ ബൂത്ത് തയ്യാറാണ്. ഇനിയും ഒരു കോടതി ഇടപെടൽ, ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ ചിലപ്പോൾ അവിടെയും കാര്യങ്ങൾ നന്നാകൂ എന്ന അവസ്ഥയാണ്. ഇപ്പോൾ തൊട്ട് മുമ്പ് ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ പണി തീരും മുമ്പെയുള്ള ദേശീയപാതയിലെ ടോൾ പിരിവിനെ പറ്റി. ഇതാ മലപ്പുറം പൊന്നാനിയിൽ ദേശീയപാത 66 വിള്ളൽ രൂപപ്പെട്ടു. ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിനും ഭിത്തിയിലുമാണ് വിള്ളൽ കണ്ടെത്തിയത്. നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ദേശീയപാത 66 നിർമ്മാണത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നത് പുതിയ വാർത്തയല്ല. പക്ഷേ ഇത്രയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അധികൃതരും കരാറുകാരും അത് ആവർത്തിക്കാതിരിക്കാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നതാണ് അത്ഭുതം. മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ആരോട് പറയാൻ. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത 66 വിള്ളൽ എന്ന വാർത്ത പുതിയതല്ല. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും പല സമയങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടിരുന്നു. മലപ്പുറത്ത് തന്നെ കൂരിയാടും തലപ്പാറയിലും മമ്മാലിപ്പടിയിലും ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടതായിട്ടുള്ള വാർത്തയും വന്നിരുന്നു. ഇത് പുതിയതാണ്. പൊന്നാനി ചമ്രവട്ടത്തേത്. മേൽപ്പാലത്തിലും അരികുഭിത്തിയിലും സർവീസ് റോഡിലും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകാറുള്ള ചതുപ്പ് നിലത്തിൽ കൂടിയാണ് ഇവിടെ പാത നിർമ്മിച്ചത്. പൈലിംഗ് നടത്താതെ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതാണ് വിള്ളലിന് കാരണമെന്ന് നാട്ടുകാർ. തീർത്തും ജനവാസ മേഖലയാണ്. ഈ ജനവാസ മേഖലയിൽ ഇത്തരത്തിലുള്ള ആശങ്കപ്പെടുത്തുന്ന ഈ സാഹചര്യത്തെ ഇവരെ ഏത് തരത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയുമില്ല. നിലവിൽ ജനങ്ങൾ കാണാതിരിക്കാനും വേണ്ടിയിട്ട് വിള്ളലുണ്ടായ ഭാഗത്ത് പുതുതായിട്ട് ആ വിള്ളലിൻ്റെ മുകളിൽ ടാർ ചെയ്ത് അവർ താൽക്കാലികമായിട്ട് ആ വിള്ളൽ അടയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് മുകളിൽ കാണാൻ സാധിക്കുന്നത്. അത് ആ വിള്ളൽ വീണ്ടും ടാർ ഉണങ്ങിയതിന് ശേഷം വീണ്ടും ആ വിള്ളൽ പുറത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പൈലിംഗ് നടത്തിയിരിക്കുന്ന മേഖലകളിൽ നിന്ന് വിട്ടിട്ടാണ് ഈ സംഗതികൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വലിയ ഉയരത്തോടു കൂടിയിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് പൈലിംഗ് അടക്കമുള്ള ശാസ്ത്രീയമായിട്ടുള്ള പൈലിംഗ് അടക്കം നടത്തിയിട്ട് വേണം ഇത്തരത്തിലുള്ള റോഡുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത്. സർവീസ് റോഡിന്റെ വശത്തെ ഭിത്തിയിൽ കല്ലുകൾ പലയിടത്തും പൊട്ടിയിട്ടുണ്ട്. ഇത് നിർമ്മാണത്തിന്റെ ഭാഗമാണെന്ന് കരാർ കമ്പനി അവകാശപ്പെടുന്നു. എന്നാൽ ഇവിടെ മാത്രമാണ് ഈ രീതിയിൽ കാണുന്നത്. സർവീസ് റോഡിനായി മണ്ണിട്ടുയർത്തിയ ഭാഗത്താണ് വിള്ളൽ. അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് പാലം ഓപ്പൺ ആക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓപ്പൺ ആക്കാതെ ഒരു ടോളൊക്കെ മേടിച്ചിട്ട് ഇരിക്കണില്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ദിവസം നിങ്ങൾ സംസാരിച്ചാൽ മതി എന്നാണ് ഇന്നലെ പറഞ്ഞത്. അല്ല ഇവിടെ പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കൂരിയാട് സംഭവിച്ച മാതിരി ഇവിടെ സംഭവിച്ച് ഏതെങ്കിലും കുട്ടികളോ ആളുകളോ അതിൻ്റെ അടിയിൽപ്പെട്ടിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അപ്പം അതിൽ കാര്യമില്ലല്ലോ. അപ്പം അതിൻ്റെ മുന്നേ ക്ലിയർ ആക്കുക. ആരും എല്ലാവർക്കും ജീവൻ വലുതാണല്ലോ, പാലല്ലല്ലോ വലുത്. അത് അവർ ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന കാര്യം ചാന്തിങ്ങനെ തേച്ചിട്ട് തൽക്കാലം തന്നെ പിടിച്ചെഴുതണം. അപകടം പറ്റുന്നതിന് മുമ്പോട്ട് ശ്രദ്ധിച്ചാൽ അത്രയും നന്ന് തന്നെ. പല ഭാഗത്തും ഇങ്ങനെ അപകടം ഉണ്ടല്ലോ. പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് പൊളിക്കും, പിന്നെ അത് അവരെന്നെ റിപ്പയർ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് അവർ വന്നിട്ട് ഈ സിമെൻറ്റ് ഗ്രൗട്ട് ഇങ്ങനെ വെച്ചിട്ട് തേച്ചിട്ട് കുറച്ച് പെയിൻ്റൊക്കെ ടച്ച് ചെയ്തിട്ട് പോകും. അതേസമയം മേൽപ്പാലത്തിലെ ഭിത്തിയിലെ വിള്ളൽ വാഹനം ഇടിച്ചുണ്ടായതാണെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. റോഡിൽ രൂപപ്പെട്ട വിള്ളൽ ചിലയിടങ്ങളിൽ ടാർ ഉപയോഗിച്ച് അടച്ചിട്ടുമുണ്ട്. ഡിസംബറിൽ പദ്ധതി പൂർത്തിയാക്കാനായിരുന്നു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവും ദേശീയപാത അതോറിറ്റിയും ലക്ഷ്യമിട്ടിരുന്നത്. 25-ൽ പദ്ധതി പൂർത്തിയായില്ല. ഇങ്ങനെയാണെങ്കിൽ 26-ൽ തീരുകയുമില്ല. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപാകതകൾ കൂടി പുറത്തു വരുന്നത്. പൊതുജനം കഴുതയല്ല സാർ.
ദേശീയപാതയിലെ നിർമ്മാണ വൈഭവത്തെപ്പറ്റി ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. സൈഡിൽ കെട്ടിപ്പൊക്കുന്ന കട്ട വെക്കുന്നത് ശരിയല്ല, അതാണ് വിള്ളൽ ഉണ്ടാവുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്യാൻ അതേ ജനങ്ങൾ ടോളും കൊടുക്കണം. റീനയും ജോസഫൂട്ടിയും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുരിയാടക്കം നടക്കുന്നത് 1.5 വരി അല്ലെങ്കിൽ 1 വരി തികച്ചില്ലാത്ത റോഡിലൂടെ ഒരു വശത്തൂടെ ഇടിഞ്ഞു പൊളിഞ്ഞതിന്റെ സൈഡിലൂടെ നമ്മളെ കടത്തിവിടും. എന്നിട്ട് വാങ്ങുന്നത് 6 വരിയുടെ ടോൾ. വിചിത്രമായ പിരിവാണ് നടക്കുന്നത്. കോഴിക്കോട് കാരപ്പറമ്പിലെ കോളിയോട്ട് കെട്ടിടത്തിൽ വർഷങ്ങളായി കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ കോർപ്പറേഷൻ നിയമവിരുദ്ധമായി കുടിയൊഴിപ്പിക്കുന്നതായി പരാതി വരുന്നു. തൊട്ടടുത്ത് വരാനിരിക്കുന്ന പുതിയ കെട്ടിടത്തിന് വേണ്ടിയാണ് തങ്ങളെ പടിയിറക്കുന്നതും മതിയായ ധനസഹായം പോലും നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും വ്യാപാരികൾ പറയുന്നു. കോഴിക്കോട് നിന്ന് ദിൽഷ തലയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോർപ്പറേഷന്റെ ഇരുട്ടടി. ഇപ്പോൾ ഒരു 6 വർഷത്തോളമായി ഇപ്പോൾ ഇവർ കേസ് ഫയൽ ചെയ്തിട്ട് ഞങ്ങൾക്കെതിരായിട്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കോർപ്പറേഷനെ കൂട്ടുപിടിച്ചിട്ട് ഒരു ഓവർസിയറും കൊണ്ടുവന്നിട്ട് ബിൽഡിംഗ് പരിശോധിച്ചിട്ട് അത് അപകടാവസ്ഥയിലാണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെ നോട്ടീസാക്കി 7 ദിവസം കൊണ്ട് ഇവിടുന്ന് ഇറങ്ങണമെന്നും പറഞ്ഞിട്ടുള്ള നോട്ടീസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെതിരാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി കോഴിക്കോട് കാരപ്പറമ്പിലെ കോളിയോട്ട് കെട്ടിടത്തിൽ വ്യാപാരം നടത്തുന്ന കച്ചവടക്കാർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ നോട്ടീസ് എത്തുന്നത്. 7 ദിവസത്തിനകം കെട്ടിടം ഒഴിയണമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഈ കടകളെ ആശ്രയിച്ച് മാത്രം ഉപജീവനം നടത്തുന്ന 7ഓളം കുടുംബങ്ങൾ ഇതോടെ പ്രതിസന്ധിയിലായി. നമ്മൾ തലമുറകളായി ഇവിടെ കച്ചവടം ചെയ്യുകയാണ്. ഇപ്പം പെട്ടെന്ന് കോർപ്പറേഷൻ നമ്മളോട് 7 ദിവസത്തിനകം കച്ചവടം നിർത്തി ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു ചെറിയൊരു കച്ചവടത്തിൽ കൂടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. നമുക്ക് എന്തെങ്കിലും അതിന് പറ്റിയ എന്തെങ്കിലും ഒരു ഇത് തരണം, അല്ലെങ്കിൽ നമുക്കൊരു കട തരണം അവർ. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ വഴക്കിനും ഇതിനൊന്നുമില്ല, നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി ഇറങ്ങും. അതിനുള്ളത് അവർ ചെയ്തു തരണം. നമുക്ക് എന്താണെന്നുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർ ചെയ്തു തരണം നമുക്ക്. പഴയ കെട്ടിടമാണെന്ന് പറഞ്ഞാണ് കോർപ്പറേഷൻ അധികൃതർ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇതിനേക്കാൾ മോശാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ കാരപ്പറമ്പിൽ തന്നെയുണ്ടെന്നും കെട്ടുറപ്പുള്ള കെട്ടിടത്തിലാണ് തങ്ങൾ വ്യാപാരം നടത്തുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു. ന്യായമായൊരു പൈസ കിട്ടിയാൽ ഞങ്ങൾ ഒയ്യാൻ തയ്യാറാണ്. പക്ഷേ അത് ചെറിയൊരു എമൗണ്ട് അവർ തരുതാൻ പറയുന്നത്. പിന്നെ ബിൽഡിങ്ങിന് കുഴപ്പമൊന്നുമില്ല, മെയിൻ്റെനൻസ് ചെയ്യായിട്ടാണ്. പിന്നെ അവിടുന്ന് റോഡ് പൊട്ടിക്കുക, കല്ലെറിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളെ ചോർച്ച ഉണ്ടാക്കുക, അങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. കോളിയോട്ട് കെട്ടിടത്തിന് സമീപം വരാനിരിക്കുന്ന മറ്റൊരു കെട്ടിടത്തിന് പാർക്കിംഗ് ഒരുക്കാൻ തങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു എന്നാണ് വ്യാപാരികളുടെ പ്രധാന ആരോപണം. വൻകിട കമ്പനികൾക്ക് വേണ്ടി തങ്ങളെ പടിയിറക്കുന്ന കോർപ്പറേഷനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് വ്യാപാരികളും നാട്ടുകാരും. ഇവിടെ കച്ചവടം നടത്തി ഉപജീവനം നടത്തി വരുന്ന 7 കുടുംബങ്ങളാണ് തെരുവിലേക്ക് ഇറക്കപ്പെടാൻ പോകുന്നത്. കടകൾ ഒഴിയണമെങ്കിൽ കോർപ്പറേഷൻ അധികൃതർ ഇടപെട്ട് അർഹിക്കുന്ന ധനസഹായം നൽകണമെന്ന് മാത്രമാണ് വ്യാപാരികളുടെ ആവശ്യം. ജയൻ കല്യാശ്ശേരിക്കൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും ഒരുപാട് പ്രേക്ഷകർ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കമന്റുകൾ വരുന്നത്. റീനയുടെ തന്നെ ഒരു കമന്റ്, ഇപ്പോൾ നിർമ്മിക്കുന്ന ദേശീയപാതയുടെ ചിലയിടങ്ങളിൽ ഉയരം കണ്ടാലേ പേടിയാം. സ്വാഭാവികമായും വലിയ ഉയരത്തിലാണ് ഈ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഒഴിവാക്കിയുള്ള പാതയാണ് വരുന്നത്. പക്ഷേ ആ പാത വരുമ്പോൾ പലയിടത്തും പണിഞ്ഞു തീരും മുമ്പേ ഇടിഞ്ഞ് താഴെ പോകുന്നതാണ് കാഴ്ച. അവിടെയാണ് ഈ വലിയ കൊള്ളപ്പിരിവ് ടോളിൻ്റെ പേരിൽ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും പരാതികൾ ഉയരുന്നതിനിടയിൽ ഏതെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നത് കാത്തിരിക്കാം. നമുക്ക് പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇതോടെ പൊതുജനം കഴുതയില്ല സാർ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.